കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഏറെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയുണ്ടായിരുന്നു. ദില്ലിയിൽ കുംഭമേളയ്ക്ക് പോകാൻ വേണ്ടി എത്തിയ തിരക്കിലും പെട്ട് 18 പേരാണ്. സത്യം, അത് വിളിച്ചു വരുത്തിയ അപകടമാണ് എന്ന് ആ നിമിഷം മുതൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും ആ അപകടത്തിൽ ഇപ്പോൾ റെയിൽവേയുടെ വാദങ്ങളെ എല്ലാം തള്ളുകയാണ് RPF. രണ്ട് തട്ടിലാണ്. ഒരു വാദം പറയുന്നു, RPF അതിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. അതായത് റെയിൽവേ സംരക്ഷണ സേന പറയുന്നത് റെയിൽവേ നൽകിയ തെറ്റായ മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ അറിയിപ്പാണ് ഈ വലിയ തിക്കിലും തിരക്കിലേക്കും എത്തിച്ചതെന്നാണ്. കാരണം അവിടെ ആ ഒരു അപകടം ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് സിഗ്നൽ തെറ്റിച്ച്, അതായത് അവിടെ സംഭവിച്ചത് പ്ലാറ്റ്ഫോമിലോട്ട്, അതായത് ആദ്യം ഈ പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിൽ അനൗൺസ് ചെയ്തു. പക്ഷെ അതേ നിമിഷം തന്നെ അത് മറ്റൊരു മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി ആ പ്ലാറ്റ്ഫോമിലൂടെയാണ് അല്ലെങ്കിൽ ആ ട്രാക്കിലൂടെയാണ് ട്രെയിൻ വരുന്നത് എന്ന അറിയിപ്പ് അവിടെ വരുന്നു. അപ്പോൾ രണ്ട് അനൗൺസ് വരുന്നു. ഇത് കേട്ട് ജനം പരിഭ്രാന്തരായി ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന ഒരു അവസ്ഥ. അത് വലിയ രീതിയിലുള്ള തിക്കും തിരക്കിലേക്ക് കലാശിക്കുന്നു. വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. പരസ്പരം മനുഷ്യന്മാർ കൂട്ടിയിടിച്ച് നിലത്ത് വീണൊക്കെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഏതായാലും സ്വാതി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി. കുറെ നാളുകൾക്ക് ശേഷമാണ് സ്വാതി ഇപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുകയാണ്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ, മനു. സ്വാതി എത്തിയതോടുകൂടി ദില്ലിയിൽ ഭൂചലനം ഉണ്ടായി എന്നാ പറഞ്ഞത്. ആണല്ലേ? അമ്പോ, എങ്ങനെയുണ്ടായിരുന്നു അവധി ആഘോഷിക്കാൻ വന്നിട്ട്? എങ്ങനെയുണ്ടായിരുന്നു മനു? 15 ദിവസത്തെ അവധിക്കാണ് നാട്ടിൽ വന്നത്. പെട്ടെന്ന് പോയി എന്ന് വേണം പറയാൻ. നാട്ടിലെത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പൊ തിരിച്ച് വീണ്ടും ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വീണ്ടും തട്ടകത്തിലേക്ക് സ്വാഗതം. തിരികെ എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് സ്വാതി ഇല്ലാതിരുന്ന 15 ദിവസം കൊണ്ട് രാജ്യ തലസ്ഥാനത്ത് നടന്നത്. അതിൽ നമ്മളെ ഏറ്റവും സങ്കടപ്പെടുത്തിയതായിരുന്നു ഈ ട്രെയിൻ അപകടം. പ്രയാഗ്രാജിലേക്ക് പോകാനുള്ള ആളുകളുടെ തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ മരിച്ച സംഭവം. ഇവിടെ റെയിൽവേ സംരക്ഷണ സേനയും റെയിൽവേയും രണ്ട് തട്ടിൽ നിൽക്കുകയാണ്. റെയിൽവേയുടെ വാദം തള്ളിക്കൊണ്ട് RPF പറയുന്നത് എന്താണ്? മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ റെയിൽവേയിലുണ്ടായ അല്ലെങ്കിൽ റെയിൽവേ അധികൃതർക്കുണ്ടായ അനാസ്ഥ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ, RPFന്റെ റിപ്പോർട്ടിൽ പൂർണ്ണമായും സൂചിപ്പിച്ചു പോകുന്നത്. റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളെയും തള്ളിക്കൊണ്ട് കൃത്യമായും ഇവരുടെ അനാസ്ഥ തന്നെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നതെന്ന് പറയേണ്ടി വരും. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായൊരു അറിയിപ്പ് നൽകുന്നതിൽ റെയിൽവേക്ക് വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ അധികമായുള്ള ജനറൽ ടിക്കറ്റുകൾ വിറ്റ കാര്യത്തിലും റെയിൽവേക്ക് വലിയ പിഴവുകൾ സംഭവിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന് ആധാരമായിട്ടുള്ള കാര്യം, ഒരു 3 മിനിറ്റ് ഇടവേളയിൽ 2 അനൗൺസ്മെന്റുകൾ നൽകുന്നു. അതായത് യാത്രക്കാർക്ക് 2 അറിയിപ്പുകൾ നൽകുന്നു. എന്നാൽ ആ 2 അറിയിപ്പുകളും വ്യത്യസ്തമായ പ്ലാറ്റ്ഫോം നമ്പറുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ, അതായത് RPFന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ റെയിൽവേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകുമ്പോൾ അത്തരത്തിലൊരു അനൗൺസ്മെന്റ് റെയിൽവേ നൽകിയിട്ടേയില്ല. അതായത് 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ എത്തുന്നു എന്ന് പറയുന്ന ഒരു അനൗൺസ്മെന്റ് താങ്കൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് റെയിൽവേ ചൂണ്ടിക്കാണിച്ചത്. അതായത് മറ്റു യാത്രക്കാരടക്കം ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകി എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ആ അപകടം നടന്ന അന്നു മുതൽ തന്നെ റെയിൽവേ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെല്ലാം തള്ളിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കൃത്യമായും ഈ റെയിൽവേയുടെ അനൗൺസ്മെന്റിലുണ്ടായ പാകപ്പിഴ തന്നെയാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട 18ഓളം പേർ മരിക്കാൻ കാരണമായത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഒന്ന്, ഈ 12, 13, 14, 15 പ്ലാറ്റ്ഫോമുകളിൽ ഈ ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകൾ തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ അനൗൺസ്മെന്റ് വരുന്നത്. ഈ അനൗൺസ്മെന്റ് വരുമ്പോൾ ഈ ഇത്രയും പ്ലാറ്റ്ഫോമുകളിലെ ആളുകൾ പെട്ടെന്ന് ഓടിക്കയറുകയും ഈ പാലം വഴിയൊക്കെ കാൽനടയായി തന്നെ ഈ ട്രെയിൻ പിടിക്കുവാനുള്ള വേഗതയിൽ പോവുകയുമായിരുന്നു. ഇതാണ് തിക്കിനും തിരക്കിനും കാരണമായത്. മാത്രമല്ല, സാധാരണ ഒരു 6 മണിക്കും 8 മണിക്കും ടിക്കറ്റ് വിൽപ്പന ഉണ്ടാകുന്നത് 6000 ടിക്കറ്റുകളോളം മാത്രമാണ് വിൽക്കുന്നത്. എന്നാൽ അന്നേ ദിവസം 9500-ലധികം ടിക്കറ്റുകൾ അന്ന് വിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ തന്നെയും റെയിൽവേയുടെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതാണെന്ന് കൃത്യമായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇവരെയൊക്കെ തന്നെയും ക്രമീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട കൃത്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിൽ റെയിൽവേക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവായിരുന്നു. RPFന്റെയും അതോടൊപ്പം ദില്ലി പോലീസ് അടക്കം ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 20 ദില്ലി പോലീസുകൾ
മാത്രം, അതായത് ദില്ലി പോലീസുകൾ ഉണ്ടായിരുന്നത് 20 പേരാണ് ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വലിയ പാകപ്പിഴകൾ തന്നെയാണ് ഇപ്പോൾ RPF നിരത്തുന്നത്. അത്തരത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കേന്ദ്രം ഈ വിഷയത്തിൽ പല ന്യായീകരണങ്ങളുമായി മുന്നോട്ട് വരുമ്പോഴും അതിനെയൊക്കെ തന്നെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ RPFന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇവിടുത്തെ ഈ CCTVയുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ കൂടുതലായി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത്. CCTV ഒന്നും തന്നെയും എല്ലാം തന്നെയും പ്രവർത്തനരഹിതമായിരുന്നു എന്നുള്ളത് തന്നെയും ഈ റെയിൽവേക്കെതിരെ വലിയ ആക്ഷേപമായി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. മനു.